ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവ്മാനി മലയാളത്തിലെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ആടുജീവിതം എന്ന സിനിമയുടെ ഹിഡൻ ഡീറ്റെയിൽസ് വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു അതിലെ ഇബ്രാഹിം ഖാദ്രി എന്ന കഥാപാത്രത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യുമെന്ന്. ആ ഒരു കഥാപാത്രത്തെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കേണ്ടത് കൊണ്ടാണ് അത് ഹിഡൻ ഡീറ്റെയിൽസ് വീഡിയോയുടെ അകത്ത് ഉൾക്കൊള്ളിക്കാതെ മാക്സിമം കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയത്. സോ അങ്ങനെ ഈ വീഡിയോയുടെ പറയാൻ പോകുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ചിത്രം കണ്ടിട്ടില്ലെങ്കിൽ സ്പോയിലർ ആകാൻ ചാൻസ് ഉള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും ചിത്രം കണ്ടിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ശ്രമിക്കുക. കൂടാതെ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറയാതെ പോയിട്ടുള്ള കമന്റുകളിലൂടെ എനിക്ക് വന്നിട്ടുള്ള മികച്ചതെന്ന് തോന്നിയിട്ടുള്ള ഒന്ന് രണ്ട് ഡീറ്റെയിലുകൾ കൂടി ഈ വീഡിയോയിലൂടെ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. സോ നമുക്ക് ഒട്ടും സമയങ്ങളെന്ന നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ വീഡിയോയിലൂടെ ഇബ്രാഹിം ഖാദ്രി ആരാണ്, അയാൾ എവിടെ പോയി എന്നുള്ള കാര്യങ്ങളെല്ലാം 100% കൃത്യമായി പറയാനല്ല ഉദ്ദേശിക്കുന്നത്. കാരണം ഇബ്രാഹിം ഖാദ്രിയുടെ കൂടെ ഉണ്ടായിരുന്ന നജീബിന് പോലും ആ ഒരു കാര്യങ്ങളിൽ 100% വ്യക്തതയില്ലായിരുന്നു. പിന്നെ ആ ഒരു വ്യക്തിയെക്കുറിച്ച് കൂടുതലായി പറയാൻ സാധിക്കുന്നത് ഒരുപക്ഷെ നജീബിനെക്കാട്ടിലും കൂടുതലായി ഇബ്രാഹിം ഖാദ്രിയുടെ കൂടെ കഴിഞ്ഞിരുന്ന ഹക്കീമിനായിരിക്കും. സിനിമയിൽ ഹക്കീം മരിക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥ ജീവിതത്തിൽ ഹക്കീമും നജീബിനെ പോലെ രക്ഷപ്പെട്ടിട്ടുണ്ടെന്നാണ് നജീബും ബെന്യാമിനും പറഞ്ഞിരിക്കുന്നത്. എന്നിരുന്നാലും ഈ ഒരു കഥാപാത്രം നജീബിനെ പോലെ പിന്നെ വെളിച്ചത്തിലേക്ക് വരാതിരുന്നത് കൊണ്ട് അയാളിൽ നിന്നും ഇബ്രാഹിം ഖാദ്രിയെ കുറിച്ച് അറിയുക എന്നത് സാധ്യമായിട്ടുള്ള കാര്യമല്ല. പിന്നെ ആകെ ചാൻസ് ഉള്ളത് ഇബ്രാഹിം ഖാദ്രിയെ കൊണ്ട് തന്നെ വന്ന് ഈ കാര്യങ്ങൾ പറയിക്കുക എന്നുള്ളതാണ്. അതും സിനിമ കണ്ടവർക്കറിയാം കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ സിനിമയും നോവലും വെച്ചുകൊണ്ട് ഇബ്രാഹിം ഖാദ്രി ആരാണ് എന്നതിന് അല്ലെങ്കിൽ അയാൾ എവിടെ പോയി എന്നതിന് മാക്സിമം കണ്ടെത്താൻ സാധിക്കുന്ന സാധ്യതകളാണ് ഈ വീഡിയോയിലൂടെ പറയാനായി പോകുന്നത്. ആദ്യം തന്നെ ഈ ഇബ്രാഹിം ഖാദ്രിയെ അവതരിപ്പിച്ചിരിക്കുന്ന രീതി നോക്കിയാൽ മറ്റുള്ള രണ്ട് കഥാപാത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഈ ഒരു കഥാപാത്രത്തെ ഒരു നായക പരിവേഷത്തോടു കൂടി അല്ലെങ്കിൽ ഒരു മാസ് ഹീറോ എന്നുള്ള രീതിയിലെല്ലാമാണ് അവതരിപ്പിച്ചിരിക്കുന്നതെന്ന് കാണാം. സിനിമയിലെ യഥാർത്ഥ നായകനായി വരുന്ന നജീബിനെ അവതരിപ്പിച്ചിരിക്കുന്നത് നജീബിന്റെ ഇൻട്രോ തന്നെ വളരെ ദാരുണമായിട്ടുള്ള അവസ്ഥയിൽ നജീബിനെ കാണിക്കുന്നത് പോലെയാണ്. പിന്നെ ഹക്കീം എന്ന കഥാപാത്രത്തെയാണെങ്കിലും വളരെ നോർമലായിട്ടുള്ള രീതിയിലാണ് കാണിക്കുന്നത്. എന്നാൽ ഇബ്രാഹിം ഖാദ്രിയിലേക്ക് വരുന്ന സമയത്ത് അയാളെ കാണിക്കുന്നതിന് തൊട്ടു മുന്നേ അയാൾക്കൊരു ഇൻട്രൊഡക്ഷൻ എല്ലാം കൊടുത്തുകൊണ്ട് ഹക്കീമിന്റെ വരികളിലൂടെ അള്ളാഹ് മൂസാ നബിയെ അയച്ചതുപോലെ ഇബ്രാഹിം ഖാദ്രിയെ നമ്മളുടെ അടുത്തേക്ക് അയച്ചിരിക്കുകയാണ് എന്നുള്ള വരികളെല്ലാം കാണിച്ചതിന് ശേഷം മിക്ക ആക്ഷൻ സിനിമകളിലും നമ്മൾ കാണുന്നത് പോലെ ആദ്യം കാൽ കാണിക്കുന്നു, പിന്നെ ശരീരം കാണിക്കുന്നു, പിന്നെ മുഖം കാണിക്കുന്നു എന്നിങ്ങനെയുള്ള രീതിയിൽ ഒരു മാസ് ആക്ഷൻ ഹീറോയെ കാണിച്ചിരിക്കുന്ന രീതിയിലെല്ലാമാണ് ഈ ഒരു കഥാപാത്രത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നീട് സിനിമയിൽ നടക്കുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് നോക്കിയാലും ഈ കഥാപാത്രം മറ്റുള്ള രണ്ടുപേരിൽ നിന്നും കുറെ വ്യത്യാസങ്ങളുള്ളയാളാണെന്നും അയാൾ മറ്റുള്ളവരെക്കാട്ടിലും ആരോഗ്യവാനാണെന്നും വേണമെങ്കിൽ 2-3 പേരുമായി ഫൈറ്റ് നടത്താൻ കഴിയുന്നവനാണ് എന്നുള്ള രീതിയിലെല്ലാമാണ് കാണിച്ചിരിക്കുന്നത്. കൂടാതെ ഇയാളുടെ വേഷവും മറ്റുള്ളവരിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. മറ്റു രണ്ടുപേരുടെയും ആരോഗ്യമാണെങ്കിലും വസ്ത്രങ്ങളാണെങ്കിലും എല്ലാം നശിച്ചിരിക്കുന്ന അവസ്ഥയിൽ കാണിക്കുമ്പോൾ ഇയാളുടെ ശരീരവും വസ്ത്രവുമെല്ലാം മനോഹരമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് കാണിക്കുന്നത്. കൂടാതെ മറ്റുള്ള രണ്ടുപേരെ പോലെ ഇയാളുടെ മുഖത്തോ ദേഹത്തോ ഒന്നും മുറിപ്പാടുകളോ പീഡനങ്ങൾ അനുഭവിച്ചതിന്റെ രീതികളൊന്നും കാണുന്നുമില്ല. ഹക്കീമിന്റെ വരികളിലൂടെ പറയുന്നുണ്ട് ഇയാൾ ഹക്കീമിനെ പോലെ അവിടെ ജോലി ചെയ്തിരുന്ന ആളാണെന്ന്. പിന്നെ എന്തുകൊണ്ടാണ് ഇയാളുടെ ശരീരത്തിൽ മാത്രം മറ്റുള്ളവരെ പോലെയുള്ള പീഡനങ്ങളുടെ പാടുകൾ ഇല്ലാത്തതും മറ്റുള്ളവരിൽ നിന്നും വേഷത്തിലും ആരോഗ്യത്തിലുമെല്ലാം വ്യത്യാസം വന്നിരിക്കുന്നത് നോക്കിയാൽ അതിനുള്ള പ്രധാന കാരണം ഈ കഥാപാത്രം ഒരു ആഫ്രിക്കക്കാരനാണെന്നതാണ്. അതായത് ആഫ്രിക്ക ഏഷ്യയെക്കാട്ടിലും വളരെ ചൂട് കൂടിയിട്ടുള്ള ഒരു ഭൂഖണ്ഡമാണ്. ഇതിൽ തന്നെ ഹക്കീമും നജീബും വന്നിരിക്കുന്നത് ആ കാലഘട്ടത്തിൽ ഒരുപക്ഷെ ഏറ്റവും ചൂട് കുറവുള്ള ഇന്ത്യയിലെ കേരളത്തിൽ നിന്നാണെന്ന് മനസ്സിലാക്കുക. സോ അവരവിടെ എത്തുന്ന സമയത്ത് അവർക്ക് മരുഭൂമിയിലുള്ള ആ ചൂട് താങ്ങാവുന്നതിലും അപ്പുറമാണ്. എന്നാൽ ഓൾറെഡി തന്നെ ചൂട് കൂടിയിട്ടുള്ള ഒരു ഭൂഖണ്ഡത്തിൽ നിന്നും ഒരു രാജ്യത്തിൽ നിന്ന് വരുന്ന ഇബ്രാഹിം ഖാദ്രിക്ക് ആ മരുഭൂമിയിലെ ചൂട് താങ്ങാവുന്നതായിരുന്നു. കൂടാതെ ശാരീരികപരമായിട്ട് നോക്കുകയാണെങ്കിലും മരുഭൂമിയിലേക്ക് എത്തുന്ന നജീബിനെക്കാട്ടിലും ഹക്കീമിനെക്കാട്ടിലും ഓൾറെഡി തന്നെ കരുത്തുറ്റൊരു കഥാപാത്രമായിരുന്നു ഈ ഇബ്രാഹിം ഖാദ്രി. കൂടാതെ ഇയാളെ വളരെ ബുദ്ധിമാനായിട്ടുള്ളൊരു കഥാപാത്രമായിട്ടും കാണിച്ചിട്ടുണ്ട്. അവിടെ നിന്നും രക്ഷപ്പെടാനുള്ള പ്ലാനുകൾ തയ്യാറാക്കുന്നത് ഇയാളാണ്. അതുപോലെ തന്നെ ശരീരത്തിന് ദോഷം വരുന്ന കാര്യങ്ങളൊന്നും ചെയ്യരുത് എന്നുള്ള പല ബുദ്ധിപരമായിട്ടുള്ള നീക്കങ്ങളും ഈ കഥാപാത്രം ചെയ്യുന്നുണ്ട്. സോ ഇത്രയും ബുദ്ധിമാനായിട്ടുള്ള ഈ കഥാപാത്രം ഹക്കീമിന്റെ കഫീലിന്റെ കൂടെയാണ് കഴിഞ്ഞിരുന്നതെങ്കിൽ കൂടി അല്ലെങ്കിൽ മറ്റു പല കഫീൽമാരുടെ കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടി അവരിൽ നിന്നും പീഡനങ്ങളൊന്നും ഏൽക്കാതിരിക്കുന്ന വണ്ണം ബുദ്ധിപരമായി കാര്യങ്ങൾ നീക്കാൻ അയാൾക്ക് അറിയാവുന്നതായിരിക്കും. കൂടാതെ അയാളുടെ ശരീരത്തിന്റെ കരുത്തും ഓൾറെഡി തന്നെ ആഫ്രിക്കയിൽ ജീവിച്ചിട്ടുള്ള അയാളുടെ ചൂട് താങ്ങാനുള്ള കഴിവും വെച്ചുകൊണ്ട് ആ മരുഭൂമിയിലെ ജോലികളൊന്നും അയാൾക്ക് അത്ര വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടാകില്ല. ശരീരത്തിന്റെ ഈ കരുത്തും ചൂട് നേരിടാനുള്ള ആ കഴിവും കൊണ്ട് തന്നെയാണ് മരുഭൂമിയിൽ കൂടിയുള്ള ആ യാത്രയിൽ അയാൾ അധികം തളരാത്തതായി കാണിച്ചിരുന്നതും. കൂടാതെ ഈ ഇബ്രാഹിം ഖാദ്രിയെ ദൈവത്തെ പോലെ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്.
അതായത് ഹക്കീമിന്റെ വരികളിലൂടെ അള്ളാഹ് മൂസാ നബിയെ അയച്ചതുപോലെയാണ് ഈ ഇബ്രാഹിം എന്നാണ് പറയുന്നത്. സോ മൂസാ നബി ഫറോമാരുടെ കയ്യിൽ നിന്നും അടിമകളെയും മറ്റും കടൽ കടന്ന് മറ്റൊരു നാട്ടിലേക്ക് എത്താൻ സഹായിച്ചതുപോലെയാണ് ഈ ഇബ്രാഹിം ഖാദ്രി ഈ മരുഭൂമിയിൽ നിന്നും കഫീൽമാരുടെ പീഡനങ്ങൾ ഏറ്റുകൊണ്ടിരിക്കുന്നവരെ അവിടെ നിന്നും രക്ഷപ്പെടാനായി സഹായിക്കുന്നത്. കൂടാതെ ഇബ്രാഹിം ഖാദ്രി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉയർന്നു വരുന്ന സൂര്യൻ അയാളുടെ തലയിൽ എത്തുന്ന സമയത്ത് കാണിക്കുന്ന ദൃശ്യം ദൈവങ്ങളുടെയും മറ്റു രൂപങ്ങളുടെ പുറകിൽ തെളിയുന്ന ആ ഒരു വെളിച്ചം പോലെയാണ് കാണിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഇബ്രാഹിം ഖാദ്രിയെ ദൈവത്തെ പോലെ കാണിച്ചിട്ടുണ്ട്. കൂടാതെ ഇബ്രാഹിം ഖാദ്രിക്ക് ആ മരുഭൂമിയെക്കുറിച്ച് നല്ല രീതിയിൽ അറിയാവുന്ന കാണിച്ചിട്ടുണ്ട്. മരുഭൂമിയിൽ മണൽക്കാറ്റ് വരുന്ന സമയത്ത് അത് മുൻകൂട്ടി അറിയാനും ഒരു പല്ലിയെ കാണുമ്പോൾ അവിടെ അടുത്ത് തന്നെ വെള്ളമുണ്ടെന്ന് മനസ്സിലാക്കാനും മണലിൽ ഒളിച്ചിരിക്കുന്ന പാമ്പുകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വിദ്യയുമെല്ലാം ഇയാൾ പഠിച്ചു വെച്ചിരിക്കുന്നതായി കാണിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ ശാരീരിക പ്രവർത്തനങ്ങളെക്കുറിച്ചും ചികിത്സാ രീതികളെക്കുറിച്ചും ഇയാൾക്ക് അറിവുണ്ടെന്നും കാണിക്കുന്നുണ്ട്. അതായത് ഒരുപാട് ദാഹിച്ചിരിക്കുന്ന സമയത്ത് നജീബ് വെള്ളം കുടിക്കാൻ പോകുമ്പോൾ അധികം വെള്ളം കുടിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് വെള്ളം തുണിയിൽ മുക്കി ഇറ്റിറ്റ് കൊടുക്കുന്നത് പോലെയാണ് കാണിച്ചിരിക്കുന്നത്. കാരണം ആ സമയം നജീബ് 2-3 ദിവസത്തോളം വെള്ളമൊന്നും കുടിക്കാതിരിക്കുന്ന അവസ്ഥയിലാണ്. ആ സമയം ശരീരത്തിന്റെ ഉൾഭാഗമെല്ലാം ഉണങ്ങിയിരിക്കുന്ന രീതിയിലാണ്. പെട്ടെന്ന് ഒരുപാട് വെള്ളം കുടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ശരീരത്തിലുണ്ടാകുന്ന മാറ്റത്തെ ശരീരത്തിന് നിയന്ത്രിക്കാൻ കഴിയാതെ വരികയും അത് വലിയ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് പോകാനും സാധ്യതയുണ്ട്. ഈ കാര്യം അറിയാവുന്നത് കൊണ്ടാണ് അത് പതിയെ പതിയെ മാറ്റുന്ന രീതിയിൽ കുറച്ച് വെള്ളം മാത്രം ആദ്യം കൊടുക്കുകയും പിന്നീട് കുപ്പിയിൽ വെള്ളം നിറച്ച് കൊടുക്കുന്നതായിട്ടും കാണിക്കുന്നത്. ഇതുപോലെ തളർന്നു വീഴുന്ന സമയത്ത് മണൽ എടുത്തുകൊണ്ട് ചൂട് മണൽ എടുത്ത് നെറ്റിയിലും ശരീരത്തുമെല്ലാം വെച്ചുകൊണ്ട് ആ വ്യക്തികളെ ഉണർന്നിരിക്കാനും സ്വഭാവത്തിലേക്ക് വീണ്ടും കൊണ്ടുവരാനും മറ്റും ഈ ഒരു കഥാപാത്രം ശ്രമിക്കുന്നുമുണ്ട്. സോ ഇങ്ങനെ നജീബിന് വെള്ളവും ഈന്തപ്പഴവും കൊടുത്തതിന് ശേഷം പെട്ടെന്ന് ഇബ്രാഹിം ഖാദ്രി അപ്രത്യക്ഷനാകുന്നതായിട്ടാണ് കാണിക്കുന്നത്. പിന്നീട് ഇയാൾ എവിടെ പോയെന്ന് നജീബ് അറിയുന്നതേയില്ല. പിന്നീട് നജീബിന് ആകെ അറിയാൻ സാധിക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഇയാൾ ഒരു കുറ്റവാളിയായിരുന്നു എന്നാണ്. സോ ഈ ഒരു ഫോട്ടോ കാണിച്ചതിന് ശേഷം പിന്നീട് ഇബ്രാഹിം ഖാദ്രിയുടെ തിരോധാനത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും അനുമാനിക്കാനായി സാധിക്കും. അതിലാദ്യത്തേത് ഇബ്രാഹിം ഖാദ്രി എവിടേക്ക് പോയി എന്നുള്ളതാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇബ്രാഹിം ഖാദ്രിക്ക് ഒരിക്കലും അയാൾ ഒരു കുറ്റവാളി ആയതുകൊണ്ട് നജീബിനെ പോലെ പോലീസ് സ്റ്റേഷനിൽ എത്തുകയോ അവിടെ നിന്നും സ്വന്തം രാജ്യത്തേക്ക് കടക്കാനോ സാധിക്കില്ല. കാരണം പോലീസ് സ്റ്റേഷനിൽ എത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു കുറ്റവാളി ആയതുകൊണ്ട് തന്നെ പോലീസ് അന്വേഷിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ അയാളെ തീർച്ചയായിട്ടും ജയിലടയ്ക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നജീബിനൊപ്പം റോഡിന്റെ അടുത്തേക്ക് ചെല്ലാനും അവിടെ നിന്ന് ഏതെങ്കിലും വണ്ടിയിൽ കയറി പോലീസ് സ്റ്റേഷനിലേക്ക് പോകാനോ ഇബ്രാഹിം ഖാദ്രിക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ നജീബ് ഉണരുന്നതിന് മുന്നേ തന്നെ നജീബിനെ കൂടാതെ മറ്റേതെങ്കിലും വണ്ടി പിടിച്ചുകൊണ്ട് മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് പോയിരിക്കാം. അതല്ല എങ്കിൽ നജീബ് റോഡിന്റെ അടുത്തെത്തിയെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ തിരിച്ചുപോയി താൻ വന്നിടത്തേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്തേക്കോ പോയി അവിടെ ജോലിക്ക് കയറുകയും അവിടെ നിന്നും ഇതുപോലെ പെട്ടുകിടക്കുന്ന ആളുകളെ വീണ്ടും റോഡരികിൽ കൊണ്ടുവന്ന് വീണ്ടും യാത്ര ചെയ്യുന്നതാകാം. എന്തു തന്നെയായാലും ഇയാൾക്ക് പോലീസിന്റെ സഹായത്തോടെയും മറ്റും രാജ്യം വിട്ടുപോകാൻ പറ്റില്ല എന്നതുകൊണ്ടാണ് ഇയാൾ അവിടെ നിന്നും അപ്രത്യക്ഷനായത് എന്നുള്ള കാര്യം ഉറപ്പാണ്. സോ ഇനി ഈ ഇബ്രാഹിം ഖാദ്രി ആരായിരുന്നു, എന്തുതരം കുറ്റകൃത്യങ്ങളാണ് ഇയാൾ ചെയ്തിരുന്നതെന്ന് നോക്കിയാൽ അതിന് ആദ്യം നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്നത് അയാൾ ഒരു മോഷ്ടാവാണെന്നാണ്. കാര്യം ഇയാൾ വെള്ളം മോഷ്ടിക്കുന്നതായിട്ടുള്ള ഒരു സീൻ കാണിക്കുന്നുണ്ട്. കൂടാതെ അവിടെ നിന്നും അവരുടെ കണ്ണിൽ മണ്ണിട്ടുകൊണ്ട് ഓടി രക്ഷപ്പെടുന്നതായും മറ്റും കാണിക്കുന്നുണ്ട്. സോ ഇയാളൊരു മോഷ്ടാവാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നിരുന്നാലും അത്ര ചെറിയ മോഷ്ടാവൊന്നും ആകില്ല. പകരം പോലീസ് സ്റ്റേഷനിൽ പിടികിട്ടാ പുള്ളികളുടെയും മറ്റും കൂട്ടത്തിൽ എടുത്തു തന്നെ ഇയാളുടെ ചിത്രം വെക്കണമെങ്കിൽ ഒരുപക്ഷെ അത്രയും വലിയ കുറ്റങ്ങൾ ചെയ്തിട്ടുള്ള വലിയ വലിയ മോഷണങ്ങൾ നടത്തിയിട്ടുള്ള ഒരാളായിരിക്കാം. നമ്മൾ റോബിൻഹുഡിന്റെ കാര്യങ്ങളെല്ലാം പറയുന്നത് പോലെ പൈസയും മറ്റും മോഷ്ടിച്ചുകൊണ്ട് മറ്റുള്ളവരെ സഹായിക്കുന്നത് പോലെ മോഷണങ്ങളും മറ്റും നടത്തി മറ്റുള്ളവരെ സഹായിച്ചു വന്നിരുന്ന, ഇവരെ രക്ഷിച്ചതുപോലെ സഹായിച്ചു വന്നിരുന്ന ഒരു കഥാപാത്രമാകാം. ഇനി കുറച്ചുകൂടി വിദൂര സാധ്യതയുള്ള ഒരു കാര്യം, അതിന് സാധ്യത വളരെ കുറച്ചാണ്, എന്നിരുന്നാലും ഒഴിവാക്കാനാകാത്ത ഒരു സാധ്യത ആയതുകൊണ്ടാണ് അതും കൂടി ഇവിടെ പറയുന്നത്. അതായത് ഈ ഇബ്രാഹിം ഖാദ്രി എന്ന കഥാപാത്രം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ കൂടി യഥാർത്ഥത്തിൽ അയാൾ പോസിറ്റീവായിട്ടുള്ള സത്യസന്ധനായിട്ടുള്ള ഒരു വ്യക്തിത്വമായിരുന്നു. അതായത് ഇയാൾ ഇവരെ രണ്ടുപേരെയും ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ ഇത്രയും ധൃതി കാണിച്ചത് അല്ലെങ്കിൽ ഇത്രയും ആവേശം കാണിച്ചത് രണ്ടുപേരെയും രക്ഷിക്കാനുള്ള മനസ്സ് വെച്ചുകൊണ്ട് തന്നെയാണോ? മനുഷ്യത്വം വെച്ചുകൊണ്ട് അത്തരത്തിൽ സഹായിക്കാൻ വളരെയധികം സാധ്യതയുണ്ട്. എന്നിരുന്നാലും വിദൂര സാധ്യതയുള്ളൊരു കാര്യം, ഇയാൾ ഇവിടെയുള്ള കഫീൽമാരെക്കാട്ടിലും കുറച്ചുകൂടി ദുഷ്ടനായിട്ടുള്ളൊരു കഥാപാത്രമായിട്ടായിരിക്കാം തുടക്കത്തിൽ വന്നിരിക്കുന്നത്. അതായത് അവയവങ്ങളും മറ്റും എടുക്കുന്ന രീതിയിൽ ഇവിടെ വന്നു കഴിയുന്ന ആളുകളെ, ദുരിതമനുഭവിക്കുന്ന ആളുകളെ സഹായിക്കാൻ എന്ന പേരിൽ അവരുടെ അടുത്ത് കൂടുകയും അവരുടെ വിശ്വാസം പിടിച്ചു പറ്റുകയും അങ്ങനെ ഇവിടെ നിന്നും രക്ഷിച്ചുകൊണ്ട് എങ്ങോട്ടെങ്കിലും കൊണ്ടുപോവുകയും തൻ്റെ മറ്റുള്ള ആൾക്കാരുടെ കയ്യിൽ എത്തിച്ചു കൊടുക്കുകയും അതിൽ നിന്നും പണവും മറ്റും സമ്പാദിച്ച് ജീവിക്കുന്ന ഒരാളായിരിക്കാം.
എന്നാൽ ഇവിടെ അയാൾക്ക് അങ്ങനെ സംഭവിക്കാതെ പോയതിന്റെ കാരണം അന്ന് രാത്രി മോഷ്ടിക്കാനായി പോകുന്നതാണ്. അതായത് ഈ മോഷ്ടിക്കാനായി പോയത് കൊണ്ട് മാത്രമാണ് പിന്നീട് അവർക്ക് വഴിതെറ്റുന്നതും മറ്റൊരു ദിശയിലേക്ക് അവർ പോകുന്നതും. സോ ഇങ്ങനെ പോയതിനു ശേഷമായിരിക്കാം ഒരുപക്ഷെ പെട്ടെന്ന് എത്തേണ്ട ആ മാർഗത്തിൽ നിന്നും ഒരുപാട് ദുരിതം അനുഭവിക്കുന്ന വഴികളിലൂടെ പോയപ്പോഴായിരിക്കാം ഇബ്രാഹിം ഖാദ്രിക്ക് മറ്റുള്ളവരുടെ അവസ്ഥ മനസ്സിലാകുന്നതും അതിലൂടെ അവരെ സഹായിക്കാനായിട്ട് മനസ്സ് മാറ്റേണ്ടതായിട്ടും വരുന്നത്. സോ അങ്ങനെ ഒരു കഥാപാത്രമാണെങ്കിൽ, അത്രയും വലിയ കുറ്റം ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ അയാളുടെ ചിത്രം പോലീസ് സ്റ്റേഷനിൽ വന്നതിന് യാതൊരു സംശയവുമില്ല. സോ എന്തു തന്നെയായാലും നല്ല ഉദ്ദേശത്തോടു കൂടിയാണെങ്കിലും അല്ല അവരെ ചതിക്കാനെന്ന പേരിലാണെങ്കിലും അവരുടെ അടുത്ത് കൂടിയിട്ടുള്ള ഈ ഒരു കഥാപാത്രമാണ് അവർ അവിടെ നിന്ന് നാടുകടക്കാൻ, ജീവിതത്തിൽ രണ്ടുപേരും നാടുകടക്കാനും സിനിമയിൽ നജീബിന് നാടുകടക്കാനും സഹായകരമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പോസിറ്റീവായിട്ടാണെങ്കിലും നെഗറ്റീവായിട്ടാണെങ്കിലും ഈ ഒരു കഥാപാത്രം നജീബിന്റെ മുന്നിൽ ദൈവത്തിന്റെ ഒരു പ്രതിപുരുഷനെ പോലെയാണ് അവതരിച്ചത് എന്നതിന് യാതൊരു തർക്കവുമില്ല. സോ ഇതാണ് ഇബ്രാഹിം ഖാദ്രി എന്ന ആ കഥാപാത്രത്തെ കുറിച്ച് പറയാനുള്ളത്. വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് എടുത്തു പറയണമെന്ന് തോന്നിയിട്ടുള്ള 2 ഡീറ്റെയിലുകൾ കൂടി ഈ വീഡിയോയിൽ പറഞ്ഞുകൊള്ളട്ടെ. ഒന്നാമത്തത്, ഈ ചിത്രത്തിൽ നജീബിന്റെ ആംഗിളിലൂടെയാണ് എല്ലാ കാര്യങ്ങളും കാണിച്ചിരിക്കുന്നതെന്ന് നമുക്കറിയാം. നാട്ടിലെ കാര്യങ്ങൾ കാണിക്കുമ്പോൾ പോലും അവിടെ നജീബിന്റെ സാന്നിധ്യം ഏതെങ്കിലും രീതിയിൽ ഉണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ആ ഒരു രംഗത്തിലേക്ക് നജീബ് കടന്നു വരുന്നുണ്ടെങ്കിൽ മാത്രമേ ആ ഒരു രംഗങ്ങൾ നമ്മളെ കാണിച്ചിരുന്നുള്ളൂ. എന്നാൽ ഇങ്ങനെ വെറുതെ നജീബിന്റെ കാഴ്ചയിലൂടെ മാത്രമല്ല ഈ കാര്യങ്ങൾ നമ്മളെ കാണിച്ചിരിക്കുന്നത്. അതായത് ചിത്രത്തിൽ അറബി ഉപയോഗിച്ച് ഒരുപാട് വാക്കുകൾ വരുന്നുണ്ട്. OTT-യിൽ വന്ന സമയത്ത് അറബിയുടെ സബ്ടൈറ്റിൽ ഒന്നും കാണാൻ സാധിച്ചിരുന്നില്ല. എന്നിരുന്നാലും തിയേറ്ററിൽ തുടക്കത്തിലൊന്നും അറബിയുടെ സബ്ടൈറ്റിൽ കാണിച്ചിരുന്നില്ല എന്നും, എന്നാൽ സിനിമയുടെ പകുതി കഴിയുമ്പോൾ നജീബിന് അറബി മനസ്സിലായ ശേഷം അറബിയുടെ സബ്ടൈറ്റിലുകൾ കാണിച്ചിരുന്നു, ചില ഭാഗത്തെല്ലാം കാണിച്ചിരുന്നു എന്നുള്ള ഒരു കമന്റ് വന്നിരുന്നു. സോ അത് വെച്ച് നോക്കുന്ന സമയത്ത് നജീബിന് അറബി മനസ്സിലാകാതിരിക്കുന്ന സമയത്ത് നമ്മളെയും ആ കാര്യങ്ങളൊന്നും കാണിച്ചിരുന്നില്ല എന്നും, നജീബിന് മനസ്സിലാക്കാൻ സാധിക്കുന്ന സമയത്ത് അത് നമ്മളെയും കാണിക്കുന്നു എന്നുള്ള രീതിയിലാണ് അവിടെ കാണിക്കുന്നത്. അതായത് വെറുതെ നജീബിന്റെ കാഴ്ചയിലൂടെ മാത്രമല്ല, നജീബിന്റെ കേൾവിയായിട്ടും നജീബ് അനുഭവിക്കുന്ന കാര്യങ്ങളും എല്ലാം തന്നെ നജീബിൽ കൂടി നമ്മൾ അറിയുന്ന രീതിയിലാണ് ചിത്രത്തിൽ സംവിധായകൻ നമ്മളെ കാണിച്ചിരുന്നത്. മറ്റൊന്ന്, സിനിമയുടെ പേരെഴുതി കാണിക്കുന്നതാണ്. ഇംഗ്ലീഷിലാണെങ്കിലും മലയാളത്തിലാണെങ്കിലും സിനിമയുടെ പേരെഴുതി കാണിക്കുമ്പോൾ അതിന്റെ ആദ്യ അക്ഷരങ്ങൾ നല്ല രീതിയിൽ തടിച്ചിരിക്കുന്നതായിട്ടും എന്നാൽ അവസാന ഭാഗത്തേക്ക് എത്തുന്ന സമയത്ത് നല്ല രീതിയിൽ മെലിഞ്ഞിരിക്കുന്നതായും കാണിക്കുന്നുണ്ട്. അതായത് നജീബ് ആ ഗൾഫിൽ എത്തുന്ന സമയത്ത് ഏത് രീതിയിലാണോ ആരോഗ്യവാനായിട്ട് ഇരുന്നത് അതിൽ നിന്നും തിരിച്ചവിടുന്ന് രക്ഷപ്പെട്ടു പോകുന്ന സമയത്ത് ഏത് അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ള ആ മാറ്റമാണ് ഇങ്ങനെ പേരിലൂടെ കാണിച്ചിരിക്കുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. ഇത്രയും കാര്യങ്ങളെല്ലാമാണ് ഈ വീഡിയോയിലൂടെ എനിക്ക് പറയാനുള്ളത്. വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ കമന്റ് സെക്ഷനിൽ ഉൾപ്പെടുത്തുക. നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. അതുവരെ ബൈ.